അസൂയ തോന്നിപ്പോവും. അതായത് രാധിക സത്കുമാറും മമിതയുടെ ഒരു കോമ്പോ ഉണ്ട്, അടിപൊളി പടം അടിപൊളി പടം, നല്ല അടിപൊളി കോമ്പോ. ഓൾറെഡി കറുപ്പുണ്ടല്ലോ. അങ്ങനെയല്ല, ഈ പടം കാണണം, പടം കണ്ടാലും അതിന്റെ കഥ മനസ്സിലാവുള്ളൂ, അതാണ് അതിന്റെ വാല്യൂ. സൂര്യയുടെ ഇങ്ങനത്തെ ഒരു രീതി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പടം അടിപൊളി പടം, നല്ല അടിപൊളി കോമ്പോ. കംബാക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി കറുപ്പുണ്ടല്ലോ. ഓൾറെഡി ഉണ്ട്. അതെ. ഫൈറ്റ് ഒക്കെ ഉണ്ടോ? സൂര്യയുടെ മാസം 2 ഫൈറ്റ് ഉണ്ട്, രണ്ടും നല്ല ഫൈറ്റ് ആയിരുന്നു. മമിതയായിട്ടുള്ള കോമ്പോ നല്ലായിരുന്നു. മമിത നന്നായിട്ട് അഭിനയിച്ചു, നല്ല കോമ്പോ ആയിരുന്നു. ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ കുറെ പേര് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അച്ഛന്മകളൊക്കെ ആയി വരുന്നത്. അല്ല, അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോക്ക് തന്നെ വന്നത്. ആൾക്കാർ നെഗറ്റീവ്സ് പറയുമല്ലോ, അപ്പൊ അതിനു മുമ്പ് തന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. നല്ല സിനിമ, എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അസൂയ തോന്നുന്ന രീതിയിൽ, അതായത് അസൂയ തോന്നിപ്പോവും. അതായത് രാധിക സത്കുമാറും മമിതയുടെ ഒരു കോമ്പോ ഉണ്ട്, അടിപൊളിയാണ്. അത് നമുക്ക് ഒരിക്കലും ഇന്റർവൽ ആവണോ അറിയൂല, അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തേക്കണം. മമിത രാധിക സത്കുമാറിന്റെ നല്ല രസമാണ് കോമഡിയൊക്കെ. ഇന്റർവൽ ശരിക്കും ഫീൽ ഗുഡ് മൂവിയാണ്. ഒരിക്കലും ഒരു എന്താ പറയുക ആക്ഷൻ മൂവി പ്രതീക്ഷിച്ച് പറയരുത്. ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് രസമായിട്ട് കാണാൻ പറ്റും. കരൺ ജോഹർ മൂവിയെ പോലെ നല്ല അടിപൊളിയായിട്ട് രസമായിട്ട് കാണാൻ പറ്റും. അടിപൊളി മൂവിയാണ്. മമിതയുടെ കോമ്പിനേഷൻ, സൂര്യയുടെ കോമ്പിനേഷൻ അടിപൊളി. സൂര്യ സാറ് ഈ പടത്തിന് നെഗറ്റീവ് പറയുന്നവർ നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ല. ഈ പടം കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ കുഴപ്പമില്ല, പടം കാണും. നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇത് പടത്തിന് റിവ്യൂ കണ്ടപ്പോൾ, റിവ്യൂ അല്ല, പടത്തിൻ്റെ ട്രെയിലർ കാര്യം കണ്ടപ്പോൾ എല്ലാവരും അച്ഛനും അങ്ങനെ ഒരു രീതിയിൽ സംഭവം ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, ഈ പടം കാണണം, പടം കണ്ടാലും അതിൻ്റെ കഥ മനസ്സിലാവുള്ളൂ, അതാണ് അതിൻ്റെ വാല്യൂ. നമ്മൾ ഒരു പടത്തിനും നെഗറ്റീവ് പറയരുത്. കാരണം ആ പടം ചെയ്യുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇൻട്രസ്റ്റ് കണ്ട് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കയറും. സൂര്യ ഇപ്പം ഈ പടത്തിൽ അടിപൊളിയായിട്ട് നല്ല, ഏറ്റവും കൂടുതൽ പറയാനുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത് മമിതയുടെ എക്സ്പ്രഷനാണ്. മമിത തകർത്ത് കയറിയുണ്ട്. സൂര്യ സാർ ഓൾറെഡി നമുക്ക് അറിയാലോ. അപ്പം മമിത നമ്മുടെ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഇച്ചിരി വിചാരിച്ച് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കും. പക്ഷേ ആ തിയേറ്ററിൽ എക്സ്പ്രസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ പുതിയ പടം പറ്റും, സംഗീത് മമതായിട്ടൊരു പടം പുതിയത് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സൂര്യ സാറിൻ്റെ പടം പറ്റും, സ്പോർട്സ് പടം, ഒത്തിരി പടങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. തമിഴിൽ കയറും. കുറച്ച് നാളായിട്ട് ആ ഒരു ഇപ്പം കുറച്ച് മാസ് മൂവീസ് ഒക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൂവി വീണ്ടും കാണാൻ പറ്റിയിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഇതേപോലത്തെ ഇറങ്ങാനായിട്ട് നമ്മൾ ജ്യോതികളൊപ്പം ഒരു മൂവി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ ജ്യോതിക പോകുമ്പോൾ നന്നായിട്ടുണ്ട്. ഈ മൂവി നൈസാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും വന്ന് ഓണത്തിന് വെക്കേഷനൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ വന്നത് അല്ലേ? അല്ല, ഫസ്റ്റ് ഡേ വന്നതിന് റീസൺ അതല്ല. സാധാരണ സൂര്യയുടെ മൂവി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് റിവ്യൂസ് ഒത്തിരി വരാറുണ്ട്. അതുകൊണ്ട് എവിടെ നിന്നാ വരുന്നത് നമുക്കറിയില്ല. അപ്പം നമുക്ക് നെഗറ്റീവ് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടത്. പിന്നെ ഒത്തിരി നമ്മള് ഫാനാണെങ്കിൽ പോലും കൊള്ളില്ലെങ്കിൽ നമ്മൾ കൊള്ളില്ല എന്ന് തന്നെ പറയും. പക്ഷെ മൂവി ആയതുകൊണ്ടാണല്ലോ. പിന്നെ സ്റ്റണ്ട് ഉണ്ട്, ആവശ്യത്തിന് സ്റ്റണ്ട് ഉണ്ട്, പിന്നെ ഇമോഷണൽ സീൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോമ്പോ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു പേര് പടം പറയുകയാണെങ്കിൽ സൂര്യയുടെ ഇങ്ങനത്തെ ഒരു രീതി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സൂര്യ കറുപ്പിലാണ് ശരി, അതിന് മുന്നേ ഇറങ്ങിയ പടങ്ങളിലെല്ലാം സൂര്യയുടെ ഒരു റോള് വ്യത്യാസമാണ്. പക്ഷേ ഇതിൽ പക്ക ഫാമിലിക്ക് വന്നിട്ട് നന്നായി വന്ന് പടം കണ്ട് എൻജോയ് ചെയ്ത് പോവാം. അത് ഞാൻ എന്തായാലും ഉറപ്പ് തരാം. എല്ലാവർക്കും ഉറപ്പ് തരാമെന്നല്ല, ആസ് എ സൂര്യ ഫാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടതിൽ. ഇനി വരുന്നവരെങ്ങനെയാണ്, മറ്റുള്ളവരുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ വന്നിരുന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നൊരു സോഴ്സ് ഈ പടത്തിനുണ്ട്. കിടിലം പടം വെച്ചു, ഒരു രക്ഷയില്ല. എന്തായാലും പോയി കാണണം. സൂര്യൻ്റെ ഒരു വെറൈറ്റി തിരിച്ചുവരവാണ്. മമിത ഹിറ്റ്, ഒന്നും പറയാനില്ല. വേറെ ലുക്കാണ് ഇതിനകത്ത്. നല്ല സിനിമയാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു സിനിമ. നമ്മൾ ഒരു പാർട്ട്ണറെ കൂടെ ഒക്കെയാണ് സിനിമ കാണാൻ പോകുന്നതെങ്കിൽ ഇങ്ങനെ അവരുടെ തോളെ ചാരി ഇരുന്ന് കാണാൻ കഴിയുന്ന അത്തരത്തിലുള്ളൊരു മൊമെൻ്റൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. നല്ല സിനിമ. മമിത ഒക്കെ അടിപൊളിയായിട്ട് കൺട്രോളായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മമിത ഉറപ്പിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര കൺട്രോളായിട്ട് ചെയ്തു. നമ്മുടെ ഒരു കുട്ടി തമിഴിൽ പോയി, തമിഴെന്നല്ല, ഒരു സിനിമയിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ ആ ഒരു ഫീലുണ്ടല്ലോ, നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഫീല് മമിത തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യ സിനിമയിലെ ഒരു ഷാർപ്പ് ഷൂട്ടറായിട്ടാണ് തുടക്കത്തിൽ സൂര്യയെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഡയറക്ടറുടെ ഉന്നമൊന്നും തെറ്റിയിട്ടില്ല.
കോമഡിയൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എന്താ പറയുക, ഈ അച്ഛനും അമ്മ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇതെല്ലാം എന്തൊക്കെ ഇമോഷൻസ് പുള്ളി അതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതായത് കറക്റ്റ് ഉന്നത്തി കൊണ്ടുവരുന്നുണ്ട്. ഡയറക്ടറുടെ ഉന്നം തെറ്റിയിട്ടില്ല. നല്ലൊരു സിനിമ, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഇപ്പോൾ ആദ്യ ഷോ കണ്ടപ്പോൾ പ്രേക്ഷകർ കുറവായിരുന്നു, കാണാൻ ആൾ കുറവായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മൗത്ത് പബ്ലിസിറ്റിയുടെ കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. ഒരു 2 ആഴ്ച തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഓണം പ്രേക്ഷകരെയും കൂടെ ആ ഓണം വീക്കും കൂടെ കവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലൊരു നല്ലൊരു ഫീൽ ഗുഡ്, ഒരു മൗത്ത് പബ്ലിസിറ്റി കയറാൻ ആരും മോശം പറയാൻ സാധ്യതയില്ല. എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു പാർട്ട്ണറുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ചില സീനിയേഴ്സൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ തോളയിൽ ഇങ്ങനെ തല ചാഹിച്ച് വെച്ച് കാണാൻ കഴിയുന്ന അത്രയ്ക്കൊരു ഫീൽ ഗുഡ് ആയിരുന്നു. നല്ല സിനിമ.